സിഗ്മ ക്യാമ്പസിൽ ഫസ്റ്റ് ഇയർ തൊട്ടേ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവും. ക്ലിനിക്കൽ പോസ്റ്റിംഗ് തരുന്ന സമയത്ത് ഞങ്ങൾ നവംബറിലാണ് വന്നത്. ഞങ്ങൾക്ക് ജനുവരി തന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് കാഷ്വാലിറ്റിയിലാണെങ്കിലും ICUലാണെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവിലാണെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് ഡ്യൂട്ടി, ഡയാലിസിസ് സെൻറ്ററിൽ വരെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കണ്ട് പരിചയപ്പെട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നഴ്സുമാരാണെങ്കിലും നമ്മൾ ഓരോന്ന് പഠിപ്പിച്ച് തരും. അപ്പോൾ നമ്മൾ സ്ലോലി ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പോസ്റ്റിംഗ് ഉള്ള സമയത്ത് നമുക്ക് സീനിയേഴ്സിൻ്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ സീനിയേഴ്സ് നമുക്ക് ഓരോന്ന് മാനേജ് ചെയ്യാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാ കാര്യങ്ങൾക്കും പോസ്റ്റിങ്ങിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരടുത്ത് ചോദിക്കാം, അവർ ക്ലാരിഫൈ ചെയ്ത് തരും. അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി ചെയ്യാം, അവർ ചെയ്യുന്നത് കണ്ടു പഠിക്കാം. പിന്നെ ഫസ്റ്റ് സോളറൈസ്ഡ് ഹോസ്പിറ്റലാണ് ഇവിടെ. മൈസൂരിൽ ഏറ്റവും കൂടുതൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹോസ്പിറ്റലാണ് സിഗ്മ കോളേജ്. 70+ ഓൾറെഡി ഇവിടെ കഴിഞ്ഞു. നമുക്ക് അവിടെയും പോസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. നമുക്ക് സിഗ്മയിൽ മാത്രമല്ല വേറെ ഹോസ്പിറ്റലും പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. ഇവിടെ അടുത്ത് JCയിലാണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ളത്. അതല്ലാതെയും വേറെ സൈക്കാട്രിക് ഹോസ്പിറ്റലുകളിലും പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. സീനിയേഴ്സിന് തേർഡ് ഇയറിൽ കിട്ടും. പിന്നെ ഓവറോൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. നഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് സിഗ്മയിൽ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മുന്നോട്ട് പോകുമ്പം ലൈഫിൽ ഒരിക്കലും ഒരു ഡൗട്ടോ ഒരു പ്രശ്നം വരാതെ നമുക്ക് ഓവറോൾ എല്ലാം കണ്ട് പരിചയപ്പെട്ട് മനസ്സിലാക്കി 4th ഇയർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കാം.